ഈ വീഡിയോ എടുത്തപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ വിഷമത്തോടെ ഇത് പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ഇത് കാശ്മീരിലെ എൻ്റെ ആദ്യ ദിവസമാണ്. ആദ്യ ദിവസം തന്നെ ഞാൻ പോയത് പഹൽഗാമിലേക്കാണ്. അന്ന് ഏപ്രിൽ 15 ചൊവ്വാഴ്ച. അതിനുശേഷം കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് 22-ാം തീയതി ചൊവ്വാഴ്ചയാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത്. പഹൽഗാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടേക്കുള്ള വഴിയും വളരെ മനോഹരമാണ്. പൂത്തുകിടക്കുന്ന കടുകിൻ്റെ പാടങ്ങളും കുങ്കുമപ്പൂവിൻ്റെ പാടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും ഒക്കെ ആ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും. വഴിയിൽ മുട്ടിന് ആയുധധാരികളായിട്ടുള്ള പട്ടാളക്കാരുണ്ട്. അപ്പം നമ്മൾ ഈ യാത്രയിൽ എത്രത്തോളം സേഫ് ആണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഏത് നാട്ടിൽ നിന്ന് വരുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിച്ച് സൽക്കരിച്ച് സുരക്ഷിതരായി പറഞ്ഞയക്കാൻ പാകത്തിന് കാശ്മീരിലെ ടൂറിസം വളർന്നിരിക്കുന്നു. പുൽവാമയും കഴിഞ്ഞു പഹൽഗാമിലെത്തിയ നമ്മൾ ആദ്യം ചെല്ലുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരാൻ വാലിയിലേക്കുള്ള കുതിരസവാരി സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലാണ്. നൂറുകണക്കിന് കുതിരകളും കുതിരക്കാരുമാണ് സഞ്ചാരികളെ കാത്തിവിടെ കിടക്കുന്നത്. കുതിരപ്പുറത്തോ നടന്നോ കുന്നുകയറി നമുക്ക് ബൈസരാനിലെത്താം. കുതിരപ്പുറത്ത് കയറാൻ പേടിയായതുകൊണ്ടും നടക്കാൻ മടിയായതുകൊണ്ടും അവിടുന്ന് തന്നെ ഒരു ലോക്കൽ ടാക്സി എടുത്ത് പഹൽഗാമിലെ അടുത്ത ഡെസ്റ്റിനേഷനായ ABC വാലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന മാമലേശ്വർ ടെമ്പിളിലും വളരെ മനോഹരമായ റിവർ സൈഡിലും ഒക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷമാണ് ABC വാലി എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ആരു വാലി, ബെതാബ് വാലി, ചന്ദൻ വാലിയിലേക്ക് പോയത്. ആരു വാലിയിൽ ചെന്നാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കുതിരയിൽ പോകണം. പക്ഷെ ബെതാബ് വാലിയിലും ചന്ദൻ വാലിയിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, നേരെ ചെന്നെത്താം. ഇതാണ് വളരെ മനോഹരമായ ബെതാബ് വാലി. ബൈസരാനിലെ പോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ചിൽഡ്രൻസ് പാർക്കും ഫുഡ് സ്പോട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ചന്ദൻ വാലിയിൽ എത്തണം. പിന്നെ ഒരു കാര്യം, റോഡിലും ടൗൺ ഏരിയയിലും കണ്ട പോലെ പട്ടാളക്കാരൊന്നും ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ കണ്ടില്ല, ഗുൽമാർഗിൽ ഒഴികെ. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെയും അത്രയും സേഫാണ്, ടൂറിസ്റ്റുകളും സേഫാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ വേണ്ടത്ര സെക്യൂരിറ്റി ഏർപ്പെടുത്തേണ്ട ആവശ്യം വന്നിട്ടില്ലാത്തത്. പഹൽഗാമിന്റെ ഭംഗി ആസ്വദിച്ച് തിരികെ പോരും വഴി ആപ്പിൾ തോട്ടങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ഒരു രീതിയിലേക്ക് കാശ്മീരിൻ്റെ മുഖം മാറുമെന്ന്. ടൂറിസം കൊണ്ട് ജീവിക്കുന്ന സ്നേഹസമ്പന്നരായ ഭൂരിഭാഗം കാശ്മീരികളുടെയും ജീവിതം വഴിമുട്ടുമെന്ന്. ഒരാഴ്ച മുൻപ് ഞാൻ സന്തോഷത്തോടെ കണ്ട ഒരുപാട് മുഖങ്ങൾ ഇന്ന് ഏതവസ്ഥയിലായിരിക്കും എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് പിടയുന്നു.